ഫുട്ബോൾ ലോകത്ത് നാം പല സൂപ്പർ താരങ്ങളെയും കാണാറുണ്ട്. അവരുടെ വേഗത, കഴിവ്, ഗോളുകൾ, അവർ ട്രോഫി നേടിക്കൊടുത്ത രാജ്യങ്ങൾ, ഇതൊക്കെ ഒരു ലോക സംസാരമാണ്. എന്നാൽ ആ താരങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ കഥയുണ്ട്. അതവരുടെ വിശ്വാസത്തിൻ്റെ കഥയാണ്. ലോകക്കണക്കിന് ആളുകൾ സ്വപ്നം കാണുന്ന ഫുട്ബോൾ മഹാമേള എത്തിയിരിക്കുന്നു. ഒത്തിരി ആളുകളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. ചിലർ ഹീറോകളായി ഉയർത്തപ്പെടുന്നു, ചിലർ ചരിത്രം എഴുതപ്പെടും, ചിലർ കിരീടം നിലനിർത്തും. ലോകകപ്പിൻ്റെ ആവേശത്തിൻ്റെ ഇടയിൽ നമ്മൾ പലരും കേൾക്കാതെ പോകുന്ന ചില കഥകളുണ്ട്. ഗോളുകൾക്ക് പിന്നിലെ കഥകൾ, ട്രോഫികൾക്ക് പിന്നിലെ കഥകൾ, അതിലുമുപരി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് ജീവിതം മാറ്റപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ കഥകൾ. ലോകം അവരുടെ വിജയം കണ്ടു, പക്ഷേ അവരുടെ കണ്ണുനീരുകളും പ്രാർത്ഥനകളും ദൈവത്തിലുള്ള ആശ്രയവും പലർക്കും അറിയില്ല. ഫുട്ബോൾ മൈതാനത്ത് താരങ്ങളാകുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ വിജയിച്ച ചില ഫുട്ബോൾ താരങ്ങളുണ്ട്. കാക്ക ലോകകപ്പ് നേടിയ താരമായിരുന്നു. അവരിൽ ചിലർ അവരുടെ ഗോളുകൾ കൊണ്ട് പ്രശസ്തരായി, ചിലർ അവരുടെ ട്രോഫികൾ കൊണ്ട് പ്രശസ്തരായി. എന്നാൽ ഒരു താരം തൻ്റെ വിശ്വാസം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ആ താരത്തിൻ്റെ പേര് കാക്ക എന്നാണ്. ബ്രസീലിലെ ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിലാണ് കാക്ക ജനിച്ചത്. ചെറുപ്പം മുതൽ ഫുട്ബോളിനോട് തനിക്ക് വലിയ ഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. 18-ാം വയസ്സിൽ ഒരു സ്വിമ്മിംഗ് പൂളിലുണ്ടായ അപകടത്തിൽ തൻ്റെ കഴുത്തിന് പരിക്കേറ്റു. ഡോക്ടർമാർ പറഞ്ഞത് വളരെ ആശങ്കാജനകമായ കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം അവസാനിച്ചേക്കാമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ആ യുവതാരത്തിന് ഇതിലും വലിയ നിരാശ വേറെയില്ലല്ലോ. വർഷങ്ങളായി സ്വപ്നം കണ്ട കരിയർ ഒരൊറ്റ നിമിഷത്തിൽ നഷ്ടമാകുമെന്ന ഭയം. എന്നാൽ ആ സമയത്ത് തൻ്റെ കുടുംബം ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. ദൈവം ഒരു വഴി അവർക്ക് മുമ്പിൽ തുറക്കുമെന്ന് അവർ വിശ്വസിച്ചു. അത്ഭുതകരമായ കാക്ക പൂർണ്ണമായി സുഖം പ്രാപിച്ചു. പിന്നീട് അദ്ദേഹം പല അഭിമുഖങ്ങളിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം ദൈവം എനിക്ക് രണ്ടാമതൊരു സമ്മാനമായി തന്നതാണ്. ആ ദിവസം മുതൽ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. സമയങ്ങൾ കടന്നുപോയി. കാക്ക ബ്രസീലിലെ ക്ലബ്ബുകളിൽ നിന്ന് യൂറോപ്പിലെത്തി. അദ്ദേഹം ഇറ്റലിയിലെ AC മിലാനു വേണ്ടി കളിക്കാൻ തുടങ്ങി. ലോകം അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടു. വേഗതയിൽ പന്ത് അടിക്കുവാനുള്ള മികവ് ആ മൈതാനങ്ങളിലൊക്കെ തിളങ്ങി. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്നു. വിജയിച്ച ഓരോ മത്സരത്തിനു ശേഷം അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറയുമായിരുന്നു. അദ്ദേഹത്തിന് ഫുട്ബോൾ ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല, അത് ദൈവം നൽകിയ ഒരു ദാനമായിരുന്നു. 2022 ബ്രസീൽ ലോകകപ്പ് നേടി. കാക്കായും ആ ടീമിലുണ്ടായിരുന്നു. പിന്നീട് 2007 അദ്ദേഹം തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് സ്വന്തമാക്കി. AC മിലാനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം. ലോകം മുഴുവൻ അദ്ദേഹത്തെ പ്രശംസിച്ചു. അന്നേ വർഷം അദ്ദേഹം ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങൾക്കുള്ള പുരസ്കാരവും നേടി. ഒരു താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വ്യക്തിഗത ബഹുമതികളിലൊന്നായിരുന്നു അത്. പക്ഷെ അതിനുശേഷം താൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ ഏറ്റവും വലിയ വിജയം ഈ പുരസ്കാരമല്ല, യേശുവിനെ അറിഞ്ഞതാണ്. ഇന്നത്തെ ലോകത്തിൽ പ്രശസ്തി ലഭിച്ചാൽ പലരും ദൈവത്തെ മറക്കുന്നു. പണം ലഭിച്ചാൽ പലരും സ്വയം പര്യാപ്തരാണെന്ന് കരുതുന്നു. പക്ഷേ കാക്കായുടെ ജീവിതം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം വലിയ ഉയരങ്ങളിലെത്തിയാലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നില്ല. 2007 ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് ശേഷം ലോകം കണ്ട ഒരു ചിത്രം ഇന്നും പ്രശസ്തമാണ്. കാക്ക തൻ്റെ ജേഴ്സി അഴിച്ചപ്പോൾ അതിനുള്ളിൽ എഴുതിയിരുന്നത് ഐ ബിലോങ് ടു ജീസസ്, ഞാൻ യേശുവിൻ്റേതാണ് എന്നാണ്. ഈ സന്ദേശം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ലോകകപ്പ്
നേടിയ പല താരങ്ങളിലും അവർ പലതിലും പ്രശസ്തരായിരുന്നു. എന്നാൽ കാക്ക അറിയപ്പെടുവാൻ ആഗ്രഹിച്ചത് യേശുവിൻ്റെ അനുയായി എന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു യഥാർത്ഥ സന്ദേശമായി മാറി. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ നേടുന്ന വിജയങ്ങളെക്കാളെല്ലാം നമ്മൾ ആരുടെ സ്വന്തമാണ് എന്ന ചോദ്യമാണ്. ട്രോഫികൾ നേടാം, റെക്കോർഡുകൾ തകരാം, പ്രശസ്തികളൊക്കെ മങ്ങിപ്പോകാം, പക്ഷേ യേശുക്രിസ്തുവുമായുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്കും പറയാൻ കഴിയട്ടെ, ഞാൻ യേശുവിൻ്റേതാണ്, ഐ ബിലോങ് ടു ജീസസ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ കിരീടം ലോകകപ്പല്ല, യേശുവിനെ അറിയുന്നതാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.